മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നോമിനേഷൻ നടക്കുകയാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള നോമിനേഷനാണ് ആദില നടത്തിയിരിക്കുന്നത്. ഈ ബിഗ് ബോസ് ഗെയിമിന് ഫിറ്റ് അല്ലാത്തൊരു വ്യക്തിയാണ് ഷാനവാസ് എന്ന് പറഞ്ഞ് ആദില ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഷാനവാസിന് ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഗെയിമിന്റെയും ഫണ്ണ് ലൂസാകും. കഴിഞ്ഞ ദിവസം തന്നെ സീക്രട്ട് ടാസ്ക് ഷാനവാസ് ആണ് ഫ്ലോപ്പ് ആക്കിയത്. അയാൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഞങ്ങളുടെ അവസരം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഗെയിമിനെ ഗെയിമായി കാണാൻ പറ്റാത്തൊരു വ്യക്തി ബിഗ് ബോസ് ഹൗസിന് സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അയാളൊരു ക്യാരക്ടർ പിടിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അത് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് ഹൗസിന്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വന്നാൽ ഞാൻ വേറൊരു വ്യക്തിയാണ്. അയാൾ അങ്ങനെ അഭിനയിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. കൂടാതെ അയാളുമായി ഞാനും നൂറയും സംസാരിച്ചിരുന്നു. ആ സമയത്ത് മെയിൽ ഷോവിനിസ്റ്റ് ആണെന്ന് അയാളുടെ മുഖത്ത് നോക്കി ഞങ്ങൾ പറഞ്ഞു. അയാളൊരു ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടും ഈ കാര്യം പുറത്തു പോവാൻ അയാൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും ആ ഒരു ചർച്ച പൂർത്തിയാകാതെ തന്നെ അയാൾ ഇറങ്ങിപ്പോയിരുന്നു. ഷാനവാസ് ഒരു സ്ത്രീ വിരോധിയാണ്. അയാൾ പലരെയും പോടി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല. കൂടാതെ അയാൾ ഇമോഷൻസ് മുതലെടുക്കുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അയാൾ ഇവിടെ ഒരു സിസ്റ്റർ ബ്രദർ ബോണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അയാൾ ആ ബോണ്ട് കൈവിടും. ഒരു യൂസ് ആൻഡ് ത്രോയാണ് ഷാനവാസ് ചെയ്യുന്നത്. ആദ്യം ഞങ്ങളുമായിട്ടായിരുന്നു ആ ബോണ്ട്. ഞങ്ങളുടെ എക്സ്പയറി ഡേറ്റ് ആയെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ ലക്ഷ്മിയുമായിട്ടാണ് ഒരു ബോണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. കൂടാതെ ഷാനവാസിന്റെ ഉറ്റ സുഹൃത്ത് എന്ന് അയാൾ സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. ഞാൻ ഒരു തവണ അനീഷിന്റെയും ഷാനവാസിന്റെയും സൗഹൃദത്തെക്കുറിച്ച് ഷാനവാസിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഷാനവാസ് പറഞ്ഞത്, സൗഹൃദമൊക്കെ ഇതിനകത്തല്ലേ, പുറത്തല്ലല്ലോ. അതിനർത്ഥം അയാള് പുറത്തിറങ്ങിയാൽ അനീഷിനെ ഒന്ന് മൈൻഡ് പോലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾക്ക് നോമിനേഷനെ പേടിയാണ്. നോമിനേഷനിൽ വരാതിരിക്കാനാണ് അയാൾ മാക്സിമം ശ്രമിക്കുന്നത്. എന്തായാലും ആദില ഇപ്പോൾ പറയുന്നത് ഷാനവാസ് ആദിലയും നൂറയുമായിട്ട് ആ ഒരു സിസ്റ്റർ ബ്രദർ ബോണ്ട് ഉണ്ടാക്കിയതും അനീഷുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിയതുമെല്ലാം നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. അയാളുടെ ഗെയിമാണ്. അയാൾ ഈ ബിഗ് ബോസ് ഹൗസിന് ഒരിക്കലും സ്യൂട്ടല്ല, ഗെയിമിന് ഫിറ്റ് അല്ല എന്നൊക്കെയാണ്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.